بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب زدنا علما نافعا. അപ്പൊ നമ്മളെ സുഹൃത്തു ആല ഇമ്രാന് 100 ആയത്തുകൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ? 100 ആയത്ത്. ഇനി 101-ാമത്തെ ആയത്ത് നമുക്ക് എടുക്കാനുള്ളത്. 100-ാമത്തെ ആയത്ത് ഓതിയിട്ട് കണ്ടിന്യൂ ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن تطيعوا فريقا من الذين أوتوا الكتاب يردوكم بعد إيمانكم كافرين وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله ومن يعتصم بالله فقد هدي إلى صراط مستقيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. നമ്മള് കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയ എന്താണ്? അള്ളാഹു തആല വിശ്വാസികളെ വിളിച്ചിട്ട് പറയുന്നല്ലേ, പിന്നെ നിങ്ങൾ ഈ വേദഗ്രന്ഥം നൽകപ്പെട്ട ആ വിഭാഗം വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം അവരെന്താക്കും? നിങ്ങൾ വിശ്വാസം സ്വീകരിച്ച ശേഷം നിങ്ങളെ അവിശ്വാസികളാക്കി മാറ്റിയേക്കാം. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്താക്കണം? ഒരു ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് എന്ന രീതിയിൽ അള്ളാഹു തആല പറയുന്നല്ലേ. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു തആല പറയുന്നത് വകൈഫ തക്ഫുറൂന, നിങ്ങൾ എങ്ങനെയാണ് അവിശ്വസിക്കുന്നത്? വഅൻതും, നിങ്ങളാണെങ്കിൽ എന്താണ്? തുത്ല അലൈക്കും ആയാത്തുള്ള, നിങ്ങൾക്ക് അള്ളാഹിന്റെ ആയത്തുകൾ ഓതി തരപ്പെടുന്നുണ്ട് അല്ലെ, ഓതി കേൾപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നെയോ വഫീക്കും റസൂലും, മാത്രല്ല നിങ്ങളിൽ ഉണ്ട് എന്ത്? അള്ളാഹിന്റെ റസൂലും ഉണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ അല്ലെ, എന്ത് കാരണത്താൽ നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് അവിശ്വസിക്കാൻ കഴിയുന്നത്? എന്നിട്ട് അല്ലാഹു തആല പറയുന്നേ വമൻ യഅതസിം ബില്ലാഹ്, ആരല്ലാനെ മുറുകെ പിടിക്കുന്നുവോ, മുറുകെ പിടിക്കുക, എന്നാൽ ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ എന്താണ്? നേരായ വഴിയിൽ, ഹുദിയ നയിക്കപ്പെട്ടു അല്ലെ, ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ പാതയിലേക്ക്, ചൊവ്വായ പാതയിലേക്ക് അവൻ നയിക്കപ്പെട്ടു. അള്ളാനെ മുറുകെ പിടിക്കുന്ന കാര്യം ഇവിടെ പറയുന്നത്. അള്ളാഹുവിനെ ആര് മുറുകെ പിടിക്കുന്നുവോ അവൻ നേർമാർഗം, സന്മാർഗം പ്രാപിച്ചു എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ അള്ളാഹിനെ മുറുകെ പിടിക്കാൻ കഴിയാം? ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ എങ്ങനെ അവിശ്വസിക്കുന്നേ അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ അവിശ്വസിക്കാൻ കഴിയുന്നത്? കാരണം എന്താ? അൻതും തുത്ല അലൈക്കും ആയാത്തുല്ലാഹി വഫീക്കും റസൂലും, നിങ്ങൾ അള്ളാഹിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുന്നവരാണ്. അള്ളാഹിന്റെ റസൂല് നിങ്ങളുടെ അടുത്തുണ്ട്, കൂടെ ഉണ്ട്.
ഇതിനു മുമ്പത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ അവരെ അനുസരിക്കുന്ന പക്ഷം അവര് നിങ്ങളെ ഈമാനിന് ശേഷം നിങ്ങളെ കുഫറിലേക്ക് കൊണ്ടുപോകും. ഈ സെയിം ആയത്ത് നമ്മളിപ്പോ പഠിക്കുന്നുണ്ടല്ലേ സൂറത്തുൽ ബഖറയില്? ആരെങ്കിലും അത് ഓർത്തിനാ? ഈ 100-ാമത്തെ ആയത്ത് ഓതുന്ന സമയത്ത് സൂറത്തുൽ ബഖറയിൽ ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ആ ഭാഗം ഏതാന്ന്? ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا لا حسدا من عند أنفسهم من بعد ما تبين لهم الحق. ഉം. ശരിക്കും സെയിം ഇതേ ആയത്താണ് നമ്മളിപ്പോ പഠിക്കുന്ന ഇതും രണ്ടും അല്ലെ? എന്താ ഇതില് പറയുന്നത്? വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ് അല്ലെ? അഹ്ലുൽ കിതാബിലെ അധികം ആളുകളും ആഗ്രഹിക്കുന്നു, എന്ത് ഇഷ്ടപ്പെടുന്നത്? ലൗ യറുദ്ദൂനക്കും മിൻ ബഅദി ഈമാനിക്കും കുഫാറ, നിങ്ങള് വിശ്വാസത്തിന് ശേഷം അവിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോയെങ്കിൽ എത്ര നന്നായനേ എന്ന് ആഗ്രഹിക്കുന്നു. അവരുടെ അസൂയ നിമിത്തം അല്ലെ? ഹസദം മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. അതാണ് കാര്യം. അവർക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടും അല്ലെ? യറുദ്ദൂക്കും ബഅദ ഈമാനിക്കും കാഫിരീൻ എന്ന് ഇവിടെ സൂറത്ത് ആലിമ്രാനിൽ 100-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ടെങ്കിൽ 109-ാമത്തെ ആയത്തിൽ സൂറത്തുൽ ബഖറയിലും ഏകദേശം ലൗ യറുദ്ദൂനക്കും മിൻ ബഅദി ഈമാനിക്കും കുഫാറാ. സുബ്ഹാനല്ലാഹ്. നമ്മളെ എങ്ങനെയെങ്കിലും തിന്മയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ ഈ വേദക്കാർക്ക്. ശരിക്കും അവർക്ക് അസൂയ കൊണ്ടാണ് അവരെന്താക്കുന്നത്? ഈ സത്യവിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മള് ഇങ്ങനെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം എന്നാ പറയുന്നത്. അങ്ങനെയുള്ളവരെ കുറിച്ച് നമുക്കൊരു സൂക്ഷ്മത ഉണ്ടായിക്കൊള്ളണം. അവരുടെ വാക്കുകൾ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഒരു അവിശ്വാസത്തിലേക്ക് ചെന്ന് പോയി പെടാൻ നമ്മള് സാധ്യത കൂടുതലാണെന്നാ പറയുന്നത് അല്ലേ? ഇപ്പൊ നമുക്കിപ്പം അള്ളാഹുവിന്റെ വചനങ്ങൾ അവതരിക്കുന്നില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൂടെയില്ല. പക്ഷെ അൽഹംദുലില്ലാ നമ്മളെ കൂടെ ഉള്ളതുപോലെ തന്നെ അല്ലേ ഓരോരുത്തരുടെയും മനസ്സിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോ അല്ലെ ഏത് സന്ദർഭത്തിലും നമുക്ക് അള്ളാഹു അല്ലെ നമ്മുടെ റബ്ബിന്റെ കലാമാണെന്നുള്ള ഒരു വിശ്വാസം, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുമ്പോൾ നമ്മുടെ കൂടെ അല്ലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന് പറയുന്ന പോലെ ശരിക്കും സുബ്ഹാനല്ലാഹ്. എന്റെ മനസ്സിലില്ലേ ചില വിഷയങ്ങൾ ഇങ്ങനെ ഒരു സംശയം വരൂലേ നമുക്ക്? ഏതെങ്കിലും കാര്യത്തിൽ സംശയം വന്നിട്ടാ ഇങ്ങനെ പഠിച്ചവനോട് ഇങ്ങനെ ചോദിക്കുക. എല്ലാ കാര്യം പഠിച്ചവനോട് തന്നെ ചോദിക്കല്, പഠിച്ചവനോട് തന്നെ ചോദിക്കേണ്ടത് അല്ലെ? എന്ത് വന്നാലും അള്ളഹാനോട് ചോദിച്ചിട്ടേ വേറെ ആരോട് ചോദിക്കൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മൾ എടുക്കണം. അങ്ങനെ എടുത്താല് നമുക്ക് അതിനുള്ള ഉത്തരയില്ല, അള്ളാഹു നമ്മളെ മുമ്പിൽ ഏതെങ്കിലും രൂപത്തിൽ കൊണ്ടുതരും. സുബ്ഹാനല്ലാഹ്. എല്ലാ കാര്യം ചർച്ച ചെയ്യുന്നത്, പറയുന്നത്, സന്തോഷമായാലും സങ്കടമായാലും എല്ലാം ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റിയ ഒരാളാരാണ്? നമ്മള് റബ്ബ് മാത്രാണ് അല്ലേ? അള്ളാഹ്ക്ക് നമ്മൾ എത്ര ഇഷ്ടാന്നറിയാം. നമ്മൾ എങ്ങനെ അള്ളാഹിന്റെ അടുത്ത് എല്ലാം ചോദിക്കുന്നതും പറയുന്നതൊക്കെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാണ്. അപ്പം നമുക്ക് ഇന്ന് പരിശുദ്ധ ഖുർആന് നമ്മളെ കയ്യിലുണ്ട്, അതുപോലെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മളെ കൂടെ ഉണ്ട്, പല രൂപത്തിലായിക്കൊണ്ട്. അപ്പോ നമ്മളെ കൂടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന ഒരു ചിന്ത പോലെ ഉണ്ടായിക്കോട്ടെ അല്ലെ? ഇപ്പൊ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള സമയത്താണ് ഈ ആയത്തുകൾ അവതരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് പറയുന്നില്ലേ, നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ വന്നാൽ എന്താക്ക? അറിവുള്ളവരോട് ചോദിക്കാലോ അല്ലെ? അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് വേറെ ആരെയും
ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതാണ് അള്ളാഹു തആല പറയുന്നത് നമ്മളോട്. അള്ളാഹുവിന്റെ വമൻ യഅ്തസിം ബില്ലാഹ്, ആര് അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നുവോ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ അത് നമ്മൾ കൈവിടാതെ പിടികൂടുകയാണെങ്കിൽ തീർച്ചയായും ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ നേരായ മാർഗത്തിലേക്ക് നയിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയണം അല്ലെ? നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ടോ? ഇന്ന് നമ്മളെ കൂട്ടത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മക്കയിൽ ചെന്ന് അല്ലെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പ്രിപ്പറേഷനിലാണ് അവരൊക്കെ ഉള്ളത്. നമ്മൾ ഇവിടെ നിന്നിട്ട് ആ പ്രതിഫലം കിട്ടാൻ ആഗ്രഹിച്ചിട്ട് നമ്മളെ കർമ്മങ്ങൾ പരമാവധി നമ്മൾ നന്നാക്കുന്നില്ല. അൽഹംദുലില്ലാ. ഏറ്റവും നന്നായി അമല സാലിഹാത്തുകൾ ചെയ്യുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരെക്കുറിച്ച് ഒരു മോശം ചിന്ത നമ്മൾ ഇവിടെ ഇട്ടു പോകരുത് കേട്ടാ. എന്താ അങ്ങനെ അല്ലെ, എന്തോ പറയാണ്ടെന്ന്, എന്താ എന്നോട് നേരത്തെ പറയാണ്ടെന്ന് ഇപ്പം പറയുന്നു, അല്ല ആദ്യം പറഞ്ഞിട്ടില്ലാലോ. ഇങ്ങനെ ചെറിയ 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 കാര്യങ്ങൾ എടുത്തിട്ട് പ്രശ്നവും കുഴപ്പവും കച്ചറയും ഉണ്ടാക്കിയിട്ട് എന്തിനാ നമ്മളെ സമയത്തിന് നമ്മൾ പാഴാക്കി കളയുന്നത്? വില പിടിച്ചതാണിത് അല്ലേ? ഇതിന്റെ വില എപ്പാ നമുക്കറിയാ, ഇതിന്റെ കനം എപ്പോഴാ നമ്മൾ അറിയാ? ഇതിന്റെ ശരിയായ വില നമുക്ക് ഈ ദുനിയാവുന്ന ഒരിക്കലും നമുക്ക് അറിയാൻ കഴിയൂല. പരലോകത്തെത്തിയാലേ നമുക്കറിയാൻ കഴിയൂലേ? അപ്പൊ നമ്മൾ എന്താക്കണം? വമൻ യഅ്തസിം ബില്ലാഹ്, അള്ളാഹനെ മുറുകെ പിടിക്കണം. നമുക്ക് അള്ളാഹനെ മുറുകെ പിടിക്കാൻ ഏറ്റവും നല്ല ഉപാധി എന്താണെന്നറിയോ? ഈ പരിശുദ്ധ ഖുർആനിനെ നമ്മളെ നെഞ്ചോട് ചേർത്ത് വെക്കാന്നുള്ളതാണ്. മുസാഫ് എടുത്തിട്ട് നെഞ്ചിന്റെ മേലെ വെച്ചിട്ട് ചേർത്ത് പിടിക്കാനല്ല അല്ലെ? ഇതില് ഓരോ കാര്യങ്ങളും ഓരോ നിർദ്ദേശങ്ങളും അത് നമ്മൾ കൈവിടാൻ പാടില്ല. അത് നമ്മൾ കൂടെ നിർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ എന്തായി പോകൂല, പിഴച്ചു പോകൂല, നേരായ മാർഗത്തിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോകൂല. നമ്മൾ ആ വിഷയത്തിൽ നല്ലൊരു ജാഗ്രത പുലർത്താൻ പരിശ്രമിക്കണം. ഇവിടെ ഇത് നമ്മൾ വിചാരിക്കേണ്ട ഇത് ഖുർആൻ അവതരിച്ച കാലത്തുള്ള ആ സഹാബാക്കൾക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ അവിടെയുള്ള സത്യവിശ്വാസികൾക്ക് പിന്നെ മാത്രം ബാധകമാണെന്ന് നമ്മൾ വിചാരിക്കണ്ട. കാരണം ഈ വേദക്കാരായ ജൂത ക്രൈസ്തവര് അവരന്ന് തൊട്ട് ഇന്ന് വരെ മുസ്ലിങ്ങളെ, യഥാർത്ഥ മുത്തഖീങ്ങളെ വഴി പിഴപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരതിന് കാലത്തിനനുസരിച്ചിട്ടുള്ള പല പദ്ധതികളുമാണ് കൊണ്ടുവരുന്നത്. അല്ലാഹു തആല ഒരു ഫിത്നയിലും അകപ്പെടാതെ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞൊരു കാര്യം, ശരിക്കും അതിപ്പോ ഞാനിവിടെ പറഞ്ഞാല് പലർക്കും ചിലപ്പോ അത് വിഷമാവും. എന്നുവെച്ചാല് ഈ അക്യുപങ്ചർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് പഠിച്ച ഒരു ക്രിസ്ത്യാനിയായ ഒരാള് അതിന്റെ കാര്യങ്ങൾ അത് ശരിയല്ല എന്നുള്ള രീതിയിൽ അയാൾ അത് മനസ്സിലാക്കിയിട്ട്, അയാൾ ക്രിസ്ത്യാനിയാണ്, അയാൾ അതിൽ വിശ്വസിക്കുന്ന, അതായത് അയാളെ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അള്ളാഹു അയാൾക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ അതില് മതത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് മാറി നിൽക്കുന്നു. അതിന് കൂടുതൽ വിശദീകരണങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ അറിയൂല. എന്തായാലും ഇന്ന് കൂണുപോലെ ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട് പല ട്രീറ്റ്മെന്റ്. ഇതിന്റെ ശരിയായ രീതിയും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും വ്യാപകമായ വ്യാജമായിട്ടുള്ള ഇങ്ങനത്തെ പല ചികിത്സാ രീതികളും പല പേരുകളിലും. ഞാൻ കഴിഞ്ഞ 2-3 ദിവസം മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഓരോ കോഴ്സ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോ ലിങ്ക് വരും, നമ്മളെ പോയി ചേരരുത്. നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. കൗൺസിലിംഗ് അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. സൈക്കോളജി അങ്ങനത്തെ കുറെ പേര് പറഞ്ഞിട്ട് നമുക്ക് സമാധാനം, ആശ്വാസം, അങ്ങനെയൊക്കെ പേരിലാണ് നമ്മളെ കൊണ്ടുപോകാൻ.
ശരിയായ മതത്തിന്റെ അതിർവരമ്പുകളിൽ നിന്നും തെറ്റിപ്പോകാൻ ഒരുപാട് സാധ്യതകൾ ആ ഫീൽഡിൽ കിടക്കുന്നുണ്ടെന്നാ പറയുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. നമ്മൾ സൂക്ഷിച്ചാ പോരെ, നമ്മൾ അതിന്റെ നല്ല വശങ്ങൾ എടുത്താൽ പോരെ, അതില് പഠിപ്പിക്കുന്ന ആളെ നല്ലത് മാത്രം നമ്മൾ എടുത്താൽ പോരെ. അവരില് അങ്ങനെയുള്ള മോശമായ ഇതിലുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ അതിനെ പൂർണ്ണമായും പിന്നെ ഒഴിവാക്കേണ്ടതുണ്ടോ? നമ്മൾ സൂക്ഷിച്ചാൽ പോരെ, നമ്മൾ ശ്രദ്ധിച്ചാൽ പോരെ, ഇങ്ങനെ പറയും ആൾക്കാർ. ന്യായം പറയുന്നതാണ്. ഇബിലീസിനില്ലേ, നമ്മളൊന്ന് ആ വഴി കേറിയാ മതി, ബാക്കി ഓറ് ഏറ്റെടുത്തോളൂ. നമ്മൾ വിചാരിക്കും നമുക്ക് നല്ല ഈമാനും നല്ല തക്കവയിലുണ്ട്, നമ്മളൊന്നും അതിലൊന്നും ഇല്ല, വിഷമതരായി പോകൂല, നമ്മൾ തെറ്റിപ്പോകൂല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഒരിക്കലും ഇല്ല. അള്ളാഹു ഈ സൂറത്ത് ആല ഇമ്രാന്റെ തുടക്കത്തിൽ നമ്മളോട് പറഞ്ഞ പ്രാർത്ഥനയില്ലേ, റബ്ബന ലാ തുസിഗ ഖുലൂബന ബഅദ ഇദ് ഹദൈതനാ, അത് ആരുടെ പ്രാർത്ഥനയാണെന്നറിയോ? അറാസിഖൂന ഫിൽ ഇൽമി, അല്ലെ, അറിവിൽ അടിയുറച്ച ആളുകളെ പ്രാർത്ഥനയാന്ന് പറഞ്ഞത്. അവരാണ് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവെ ഞങ്ങൾ നീ ഹിദായത്തിന് ശേഷം ഞങ്ങൾ നീ വഴികേടിലാക്കല്ലേ റബ്ബേ. നമ്മൾ ഹിദായത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹിദായത്തിലൂടെ സഞ്ചരിക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വഅതസിം, അല്ലെ, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, അത് അതിന്റെ അടുത്തായിട്ടാണ്. വമൻ യഅതസിം ബില്ലാഹ്, ആരല്ലാഹനെ മുറുകെ പിടിക്കുന്നു. നമുക്കില്ലേ ഏറ്റവും നമുക്ക് മുറുകെ പിടിക്കാന് പറ്റുന്നത് അത് അള്ളാഹ് മാത്രമേ ഉള്ളൂ. വേറെ ആരിലും നമ്മളൊരു അഭയവും കാണാൻ പാടില്ല, കണ്ടെത്താൻ പാടില്ല. നമുക്കെല്ലാം സമർപ്പിക്കാൻ ഒരേ ഒരു റബ്ബ് മാത്രമേ ഉള്ളൂ. ആ അള്ളാഹുവിനെ മാത്രം നമ്മൾ എന്താക്കുക, മുറുകെ പിടിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താകാൻ കഴിയും? സിറാത്തുൽ മുസ്തഖീമിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. നമ്മൾ ഏതെങ്കിലും ആരിലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഭരമേൽപ്പിച്ചാൽ തീർന്നയുടെ കാര്യം. അതോടുകൂടി പിന്നെ അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള സഹായ സംരക്ഷണം നമുക്ക് ഉണ്ടാവില്ല, അല്ലെ. അള്ളാഹ്ക്ക് പുറമേ ഉള്ള ഇലാഹുകളെ സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആകാശത്തേക്ക് കയറി പോകുന്നവനെ പോലെയാന്ന് പറയുന്നത്. വെച്ചാല് ഒന്നും തിരിയൂല പോലും, അല്ലെ. ഇതുണ്ടാവൂല, ഓക്സിജൻ ഉണ്ടാവൂല, ശ്വാസം മുട്ടിയിട്ട് ഒരു വല്ലാത്തൊരു പിന്നെ ഇതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് അള്ളാഹുവിന് കൈവിടാതെ അള്ളാന്റെ മാർഗം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന, നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന ആ ഒരു സുന്നത്ത് ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കാം. നമ്മളെ ശരിയായ മാർഗത്തിലും തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ വിഭാഗം അന്ന് മാത്രല്ല ഇന്നും അവര് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മള് അഖീദയിലാണ് അവർ കടന്നു പിടിക്കുന്നത്. അഖീദ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ യഥാർത്ഥ വിശ്വാസം, അതിലാണ് അവരെന്താക്കുന്നത്, കടന്നു പിടിക്കുന്നത്. അവർക്കറിയാം വിശ്വാസം തകർത്താലേ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പരാജയപ്പെടുത്താൻ കഴിയൂന്ന് അവര് നല്ലോണം പഠിച്ചിന്. ഇസ്ലാം എന്താന്ന് പഠിച്ചിന്, യഥാർത്ഥ ഇസ്ലാം എന്താന്ന് അവർക്കറിയാം. അതാണ് അവരുടെ പ്രശ്നം തന്നെ, അല്ലെ. അവരറിഞ്ഞുകൊണ്ടാണ് എന്താക്കുന്നത്, വഴിവേപ്പിക്കുന്നത്. അറിഞ്ഞുകൊണ്ടാണ്, അല്ലെ. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, അവർക്ക് സത്യം വ്യക്തമായതിന് ശേഷം, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അല്ലെ. കാലത്തിനൊത്ത കോലം കെട്ടൽ എന്ന് പറഞ്ഞ പോലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പിന്നെ എന്താ പറയാ വഴിതെറ്റിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇത്തരം ചതിക്കുഴികളിൽ പോയി പെടുന്നത് ആരാണ്? കൂടുതലും മുസ്ലിങ്ങളാണ്. കൂടുതൽ ഇങ്ങനത്തെ ഇതിലെല്ലാം പോയി പെടുന്നത് മുസ്ലിങ്ങളാണ്. നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇവര് നല്ല ആട്ടിൻതോലണിഞ്ഞ ചെന്നായകളായിട്ടാ വരിക അവര്. അതായത് പിന്നെ അവരുടെ പരിപാടി എങ്ങനെയായിരിക്കും എന്നറിയോ? മുസ്ലിങ്ങൾക്ക് ഗുണം ഉണ്ടാവണം, മുസ്ലിങ്ങളുടെ വിഷയത്തിൽ നല്ല താല്പര്യം കാണിക്കും, അവർക്ക് വേണ്ട സേവന കാര്യങ്ങളിലൊക്കെ നല്ല സന്നദ്ധരായിട്ട് അതിനൊക്കെ നല്ല ഇതുണ്ടാവും, ഭയങ്കര ആത്മാർത്ഥത നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും അതിനുള്ള ഒരു ഉദാഹരണമാണ് പറയുന്നത് ഓറിയന്റലിസം എന്ന്.
ഈ പറഞ്ഞ ആൾക്കാരുടെ മുഖ്യമായ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇസ്ലാമിനെയും പരിശുദ്ധ ഖുർആാനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുറിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇസ്ലാമിലെ പിന്നെ അധ്യാപനങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ മുസ്ലിങ്ങളെ അകറ്റുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഓറിയന്റലിസ്റ്റുകളുടെ സാഹിത്യത്തിൽ കുടുങ്ങിയിട്ട് എത്രയോ ആൾക്കാർ തെറ്റിപ്പോയിട്ടുണ്ടെന്നറിയോ? കാരണം ഇസ്ലാമിനെ പഠിക്കേണ്ടത് ആരിൽ നിന്നാണ്? ഇസ്ലാമിനെ പഠിക്കേണ്ടത് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്നാണ്, അല്ലെ? പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമാണ് പഠിക്കേണ്ടത്. അല്ലാതെ ഈ ഇസ്ലാമിന്റെ എതിരാളികൾ ഉണ്ടാക്കിയ അവരെ എഴുതിയ പുസ്തകങ്ങളിൽ നിന്നല്ല, അല്ലെ? ശരിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിമർശിച്ച് എഴുതിയ പുസ്തകം വായിച്ചിട്ട് ഒരാള് പിന്നെ ഭയങ്കരമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത് ആക്ഷേപിച്ച് അവരെ അതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്, അതായത് ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നാണ് അവർ മതം കേൾക്കുന്നത്. അപ്പൊ നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങൾ ഇസ്ലാം പഠിക്കണം. എന്നിട്ട് ഇതാണ് ഇസ്ലാം, അതല്ല ഈ വിമർശകർ പറയുന്നതല്ല ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ വിമർശനത്തിന്റെ പുസ്തകങ്ങളിൽ നിന്നും അതിൽ നിന്നെല്ലാം പഠിച്ചിട്ട് എത്രയോ ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടാ. എങ്ങനെ വെച്ചാല് അതിൽ നിന്ന് അവര് പഠിക്കുമ്പോ ശരിക്കുള്ളത് എന്താണെന്ന് പഠിക്കണോന്നുള്ള അള്ളാന്റെ ഹിദായത്ത് എത്തുന്ന വഴി സുബ്ഹാനല്ലാഹ് അവിടെ മനസ്സിൽ നന്മ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടല്ല അള്ളാഹു അങ്ങനെയുള്ളവർക്ക് ഇസ്ലാമിനെ വിമർശിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായിട്ട് പുസ്തകങ്ങളൊക്കെ എഴുതിയ ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ ഒരു ഖുദ്റത്തിലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാനെ മുറുകെ പിടിച്ചു. ഒരു തെറ്റിദ്ധാരണകളുടെയും പിന്നാലെ നമ്മൾ എന്താക്കണ്ട, പോകേണ്ടതില്ല. വേദക്കാരുടെ കുതന്ത്രങ്ങളെ പറ്റി നമ്മൾ വളരെ സൂക്ഷിക്കുക, ജാഗ്രത പുലർത്താം. അള്ളാഹുവിന്റെ കൽപ്പനകളെ എന്താ പറയാ പൂർണ്ണമായും ജീവിതത്തിൽ പിൻപറ്റിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസികളായി ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തിട്ട് ഒരു കാര്യം പറയുന്നുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്, എന്താ അല്ലാഹു തആല വിശ്വാസികളോട് പറയുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ല്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. ഹഖ്ക തുഖാതിഹ്, നിങ്ങൾ അവനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിക്കുവിൻ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വലാ തമൂതുന്ന, നിങ്ങൾ മരിക്കരുത്. എങ്ങനെ ആയിക്കൊണ്ടല്ലാതെ? ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാനിടയാകരുത്. അള്ളാഹുവിന്റെ വലിയൊരു കൽപ്പനയാണല്ലേ. സുബ്ഹാനല്ലാഹ്. അതിന്റെ അടുത്ത ആയത്തും കൂടി പറയണമെന്നുണ്ട്, സമയം ഉണ്ടാവും. ജസ്റ്റ് പറയാ, കാരണം അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് പെരുന്നാളാണല്ലോ, അപ്പൊ നമുക്ക് എടുക്കാൻ കഴിയൂല. അന്നേരം നമുക്ക് ഈ പോർഷൻസ് ഇപ്പൊ പഠിക്കുമ്പോ നിങ്ങള് പിന്നെ 100ഉം 101ഉം പഠിച്ചാൽ മതി. 101 102ഉം പഠിച്ചോ. പിന്നെ 103ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചത്തേക്ക് വെക്കാം. അല്ലെങ്കിൽ രണ്ടായത്തായിട്ടാണെങ്കിൽ ആയത്തുകളുടെ എണ്ണത്തിനനുസരിച്ച് രണ്ടായത്താണെങ്കിൽ അങ്ങനെ പഠിച്ചോ. ഹിഫ്ള് ചെയ്യുന്നവരോടാണ് ഈ കാര്യം പറയുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വലിയൊരു ഉപദേശം തരുന്നത്. എന്താ പറയുന്നത്? ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഇതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല, അല്ലെ? അവരുടെ ദുരുപദേശങ്ങൾക്ക് വഴങ്ങിയിട്ട് സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. അതിൽ സൂക്ഷിക്കണം എന്ന് അല്ലാഹു നമ്മളോട് പറയുന്നത്. തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. എങ്ങനെ? സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. അപ്പൊ അവിടെ എന്തെല്ലാം വരുന്നത്?
അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുഷ്ഠിക്കുക, നിരോധങ്ങളെ ഒഴിവാക്കുക. അതാണെന്ത് തഖ്വ എന്ന് പറയുന്നത് അല്ലെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ച ഒരു ഉദ്ധരണിയിൽ പറയുന്നുണ്ട്, ഇബ്നു അബി ഹാത്തിം റഹ്മത്തുള്ളാഹി, അതായത് എങ്ങനെയാണ് അള്ളാഹിനെ സൂക്ഷിക്കേണ്ടത് എന്ന് പറയും. അവനോട് അനുസരണക്കേട് കാണിക്കാതെ അവന് വഴിപ്പെടുക, അവനെ വിസ്മരിക്കാതെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുക, അവനോട് നന്ദികേട് കാണിക്കാതെ നന്ദി കാണിക്കുക, ഇവയാണത്. പക്ഷെ എത്രയായാലും മനുഷ്യന് പൂർണ്ണമായിട്ടും അള്ളാഹുവിനോടുള്ള കൽപ്പനകളും കടപ്പാടുകളും മര്യാദകളൊന്നും പൂർത്തീകരിക്കാൻ കഴിയൂല എന്ന് പറയുന്നത്. കാരണം മനുഷ്യർക്ക് എല്ലാവർക്കും ഒരേ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയില്ല അല്ലെ. എല്ലാവർക്കും ഒരേ ലെവലിലേക്ക് ഉയരാൻ കഴിയൂല. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളതായ ഒരു ലെവൽ ഉണ്ടാവുമല്ലോ അല്ലെ. അതാണ് ഹഖ തുഖാത്തിഹി എന്നുള്ളത് പ്രത്യേകം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ. എല്ലാവർക്കും ഒരേപോലെ ആകാൻ കഴിയൂല. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ കഴിവനുസരിച്ച് നമ്മൾ എന്താക്കാം, സൂക്ഷിക്കാം അല്ലെ. ഫത്തഖുല്ലാഹ മസ്തതഅതും, സാധിക്കുന്ന പ്രകാരം എന്നാണ് അവിടെ പറഞ്ഞത് അല്ലെ. ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുന്നതിന്റെ എത്രത്തോളം അത്രത്തോളം. അപ്പോ നമുക്ക് എത്രത്തോളം പറ്റോ, നമുക്ക് സാധിക്കുന്ന പ്രകാരം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഓരോരുത്തർക്കും അവർക്ക് കഴിയുന്നതിന്റെ അപ്പുറത്തേക്ക് അല്ലാഹു തആല എന്താക്കുന്നില്ല, നമ്മളോട് ശാസിക്കുന്നില്ല അല്ലേ. അള്ളാഹു അത് എത്ര മനോഹരമായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ സൂക്ഷിക്കാം. ഹഖ തുഖാത്തിഹ്, തഖ്വയുടെ ഏറ്റവും സൂപ്പർലേറ്റീവിലേക്ക് നമ്മൾ എത്തണം. പിന്നെ പറയുന്നത് എന്താ, വലാ തമൂതുന്ന, നിങ്ങൾ മരിക്കാനിടയാകരുത്. എങ്ങനെയല്ലാതെ, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെടരുത്. അപ്പം നമ്മള് മരിക്കുന്ന സമയത്ത് നമ്മൾ മുസ്ലിം ആയിരിക്കണം അല്ലെ. അപ്പൊ നമ്മള് പിന്നെ മരണപ്പെടുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു ഇതില് പെട്ടുപോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മള്, അതായത് എപ്പോഴും നമ്മൾ ആ ഒരു കാര്യത്തില് സദാ നമ്മള് ജാഗ്രത പുലർത്തണം. അള്ളാഹു നമ്മളോട് അങ്ങനെയല്ലേ പറഞ്ഞു, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്ന് പറയുമ്പോൾ നമ്മളെ മരണം എന്നുള്ളത് നമുക്ക് എപ്പോഴാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സമയത്തും എന്താക്കണം, ഈ ഒരു വിഷയത്തില് സൂക്ഷിക്കണം. എത്രയോ ആൾക്കാര് ഒരുപാട് കാലം നല്ല സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ചിട്ട് അവസാന നിമിഷം തെറ്റി പോയിട്ട്, അള്ളാഹുവേ അല്ലെ അങ്ങനെയൊന്നും നീ പരീക്ഷണത്തിൽ പെടുത്തല്ലേ അല്ലാ, ആഖിബത്ത് നന്നാക്കാൻ വേണ്ടിട്ട് അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും. എപ്പോഴും അള്ളാഹുവിനോട് ഈ ഒരു വിഷയം നമ്മൾ ദുആ ചെയ്യണം അല്ലെ. വിശ്വാസിയായിക്കൊണ്ടല്ലാതെ നീ മരിപ്പിക്കല്ല അള്ളാഹുവേ. അപ്പൊ അവിശ്വാസിയായിക്കൊണ്ട് ഒരാൾ മരണപ്പെട്ടാലോ എന്തായിരിക്കും അവന്റെ അവസ്ഥ? എന്താ കാര്യമുള്ളതല്ലേ. നമുക്ക് നാളെ പ്രയോജനം എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമുക്ക് എന്തുവാണ്, വിശ്വാസമാണ്. വിശ്വാസം എന്നുള്ളത് നമ്മളെ മേൽ എന്താണ്, നിർബന്ധം അല്ലെ, നിർബന്ധം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയാം. ഇനി അടുത്ത ആയത്തിൽ എന്താ പറയുന്ന അറിയോ, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഇതെല്ലാം ഈ അയ്യുഹല്ലദീന ആമനൂന്റെ കണക്ഷനാണ്. വഅതസിമു, നിങ്ങൾ എന്താക്കണം, മുറുകെ പിടിക്കണം, മുറുക്കി പിടിച്ചോ. ബിഹബിലില്ലാഹി ജമീഅ, അള്ളാന്റെ കയറ്, അള്ളാന്റെ കയറ്, അള്ളാന്റെ പാശത്തെ എന്താക്കണം, മുറുകെ പിടിക്കണം. വലാ തഫറഖൂ, നിങ്ങൾ എന്താക്കാൻ പാടില്ല, ഭിന്നിക്കരുത്. വദ്കുറൂ, നിങ്ങൾ ഓർക്കുകയും ചെയ്യുകയും, നിഅമത്തുല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങൾ ഓർക്കാൻ. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്, തഖ്വയുള്ളവരാകാൻ എത്രത്തോളം പറ്റുമോ അത്രത്തോളം തഖ്വ കാത്തു സൂക്ഷിക്കാൻ.
പിന്നെ മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത്. ഇടയ്ക്കൊരു കോള് വരുന്നുണ്ടേ. പിന്നെ അടുത്ത എന്താ പറയുന്നത്? വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അള്ളാന്റെ കയറിൽ മുറുക്കെ പിടിക്കാൻ. നിങ്ങൾ എന്താക്കാൻ പാടില്ല, ഭിന്നിക്കാൻ പാടില്ല. ശരിക്കും ഇന്ന് മുസ്ലിങ്ങളുടെ ഐക്യം തകർത്തിട്ടാണ് ശത്രുക്കൾ ആഘോഷിക്കുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങളെ പോലെ കൂടെ കൂടികളായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ എന്താക്കും, അല്ലെ? എന്തെല്ലോ പറയും, അവരങ്ങനെ പറയും, ഇവരെങ്ങനെ പറയും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്ന ഒരവസ്ഥ. ആരാ ഇത് ചെയ്യുന്ന? മുസ്ലിങ്ങൾ തന്നെ പരസ്പരം, അല്ലെ? അള്ളാഹുവേ, നീ സത്യത്തെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ഈ പറഞ്ഞ എല്ലാ ഇങ്ങനത്തെ എല്ലാം കാര്യം വിട്ടു നിൽക്കാൻ നീ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ റബ്ബേ. അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കാൻ, അള്ളാഹിന്റെ കയറ് മുറുകെ പിടിച്ചിട്ട് മുന്നോട്ട് പോകാൻ, ഭിന്നിപ്പില്ലാതെ, അല്ലെ? നല്ല ഐക്യത്തോടെ, സ്നേഹത്തോടെ, ശത്രുതയില്ലാതെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. പിന്നെ അടുത്ത എന്താ പറഞ്ഞത്? വദ്കുറൂ, നിങ്ങൾ ഓർമ്മിക്കുക. എന്താ ഓർമ്മിക്കണ്ടേ? നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേല് അള്ളാന്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർമ്മിക്കുക. പിന്നെ അത് മാത്രല്ല, അള്ളാഹു തആല പറയുന്നേ, ഇദ് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങള് ശത്രുക്കളായിരുന്ന സമയത്ത് അള്ളാഹു തആല എന്താക്കി? ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ തമ്മിൽ നല്ല ഇണക്കമുണ്ടാക്കി തന്നു, അല്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിന വഅസ്ലിഹ് ദാത ബൈനിന വഹ്ദിനാ സുബുലസ്സലാമി. ആ ഒരു പ്രാർത്ഥനയില്ലേ, അതൊക്കെ എല്ലാരും പ്രാർത്ഥിക്കലുണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കണം, നല്ല പ്രാർത്ഥനയാണത് കേട്ടാ. إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا. അള്ളാഹു തആല നിങ്ങളെ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹു ഇഷ്ടത്തെ ഉണ്ടാക്കിയതാണ്, അല്ലെ? എങ്ങനെ? അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ എന്തായി മാറി? ഇഖ്വാനായിട്ട് മാറി എന്ന് പറയുന്നത്. കുന്തും, നിങ്ങളാണെങ്കിൽ എവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത്? അലാ ശഫാ ഹുഫ്രത്തിൻ മിനന്നാർ. ഷഫാ ഹുഫ്ര എന്ന് പറഞ്ഞാല് ഒരു കുഴീന്റെ അറ്റത്ത് എന്നാണ് പറയാ. അതായത് നരകമാകുന്ന ഒരു കുഴിയുടെ അറ്റത്താണ് നമ്മൾ ഉണ്ടായി. എന്നിട്ട് ഫഅൻഖദകും മിൻഹാ, നിങ്ങളെ എന്താക്കി? അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. അപ്രകാരം അല്ലാഹു തആല അവന്റെ ദൃഷ്ടാന്തങ്ങളെ നമുക്ക് വിവരിച്ച് കാണിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ നേർമാർഗം, സന്മാർഗം പ്രാപിച്ചേക്കാം. നേർമാർഗം പ്രാപിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ നേരായ മാർഗത്തിലാകാൻ വേണ്ടിയിട്ട് അള്ളാഹു റസൂലും നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലെ? അത് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് അവന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി നല്ല തഖ്വയുള്ളവരായിക്കൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ച് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ ഓർമ്മിക്കുക, അള്ളാഹു നമുക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഓർമ്മിക്കുക. അള്ളാഹിനെ തന്നെ മുറുക്കെ പിടിച്ചോ, വേറെ ആരെയും പിടിക്കണ്ട, അള്ളാഹിനെ പിടിച്ചാൽ മതി. അള്ളാഹു നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും എളുപ്പം തരും. നമ്മൾ അള്ളാഹിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മാത്രം മതി. അള്ളാഹുവിന്റെ ഈ ഒരു വിളി നമ്മൾ എന്താക്കുക? കേൾക്കുക. അള്ളാഹുവിന്റെ ഈ ഒരു കൽപ്പനയെ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, പാലിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും
അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതിലൂടെ അവന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും കരസ്ഥമാക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. ഞങ്ങളെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബേ എന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടുകൊടുക്കാൻ തന്നെ അല്ലാഹ്. സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും മരണം വരെ ആ സത്യത്തിൽ തന്നെ ആയിക്കൊണ്ടിരിക്കാനും അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളില് രോഗികളായി ഒരുപാട് പേര് ഹോസ്പിറ്റലും മറ്റും കിടക്കുന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ 2-3 രോഗികളെ സന്ദർശിക്കാൻ അവസരം കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരും എന്തെല്ലാം തരത്തിൽ വിഷമിക്കുന്ന റബ്ബേ. നമ്മളിങ്ങനെ പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ പോയി ഇറങ്ങി ജീവിക്കണം എന്നൊക്കെ പറയുന്നില്ലേ, ശരിക്കും അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് റഹ്മാനായ റബ്ബ് നമ്മൾ എത്രമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെയുള്ള വിഷമിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ആരോഗ്യം അതങ്ങ് ഒരു സെക്കൻഡ് അള്ളാഹ് അത് സ്റ്റോപ്പ് ചെയ്താല് പിന്നത്തെ കാര്യം എന്താന്നല്ലേ. അള്ളാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമ്മളിൽ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ, ആശ്വാസം നൽകട്ടെ, ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മാരകമായ രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹുവെ ഞങ്ങളെല്ലാവരും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നാഥാ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം നാഥാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا رب العالمين.